guys, welcome to my new vlog. So guys, today we are going to explore Seafront in the heart of Al Khateef. നോക്കൂ ആയിഷാന്റെ വിചലിമ്പിച്ച ചിരി, എന്റെ നിഷ്കളങ്കമായ ചിരി, അങ്ങനെ ചിരിച്ച് നമുക്ക് പോകാം. Let's go to explore Al Khateef. ഒന്ന് ചിരിച്ചേ, സ്മൈൽ ഇത് കിട്ടണം. ചിരിച്ച എക്സ്പ്രഷൻ ഇട്ട് മെയ്കാണ് നമ്മളെ മാറി. മോഹൻലാലിന് കയ്യോ നമ്മളെ മറികുട്ടിന്റെ എക്സ്പ്രസ് ഇട്ടാൻ അങ്ങനെ ഒരു 40-45 മിനിറ്റ്സിന്റെ ട്രാവലിംഗ് കഴിഞ്ഞ് നമ്മൾ സീ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ്. സീ ഫ്രണ്ടിലെത്തിയപ്പോ ആയിഷക്ക് എന്താ പറയാളോ നിങ്ങൾ കേട്ടോക്കി. ഫുഡ് ഈ ഒരു വിചാരം തന്നെ ഉള്ളു കുട്ടിക്ക്. അങ്ങനെ കാറിൽ ഇത്രയും നേരം സീ ഫുഡും സ്വപ്നം കണ്ടുവന്ന ആയിഷ എത്തിയത് സീ ഫ്രണ്ടിലാന്ന് നോക്കാൻ അറിയില്ലല്ലോ. നമ്മൾ സീ ഫ്രണ്ട് പറയുന്ന ആയിഷ സീ ഫുഡ് എന്നാണ് കേൾക്കുന്നത്. അപ്പൊ ഈ കാണുന്നത് കാണട്ടോ ഇവിടുത്തെ ഫെസിലിറ്റീസ്. പ്രയർ പ്ലേസ് ഉണ്ട്, ടോയ്ലറ്റ് ഉണ്ട്, പബ്ലിക് ഫെസിലിറ്റീസ് ഉണ്ട്, സേവിയോ ഉണ്ട്, വളരെ മനോഹരമായ ദൃശ്യവിസ്മയങ്ങളാണ് നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയൊക്കെ പറയണമെന്നുണ്ട്, പക്ഷെ നമ്മൾ അത്ര ഒന്നും പറയില്ല. നമ്മൾ പിന്നെ ഉള്ളതല്ലേ പറയുള്ളൂ. അതിന്റെ ഇടയിൽ അഫ്കാക്കിന്റെ ഒരു ഷാറൂഖ് ഖാൻ നടത്തുന്ന നിങ്ങളൊന്ന് കണ്ടോക്കി. അവന്റെ ഒരു വാനാസനം. ഇപ്പൊ കത്തീഫിലെ സീഫ്രണ്ട് ഏകദേശം ഒരു 1 year ആവണേ ഉള്ളൂ തോന്നുന്നു എസ്റ്റാബ്ലിഷ് ആയിട്ട്. കോർണിഷിന്റെ ഭാഗം നല്ല രസമാണ് കേട്ടോ കാണാൻ. ഇവിടെ നോക്കിയ ഒരു ബ്രിഡ്ജിന്റെ വ്യൂ കാണാം. പിന്നെ ഇവിടെ കുറെ ആൾക്കാർ സിംഗിൾ ആയിട്ടും കപ്പിൾസ് ആയിട്ടും ഫാമിലി ആയിട്ടൊക്കെ വരുന്നുണ്ട്. ഈ ഒരു ഡാൻസ് ഇതിപ്പോ എന്താ സീഫ്രണ്ട് മെട്രോയോ? ഇങ്ങനത്തെ കുറെ എന്റർടൈൻമെന്റ്സ് ഉണ്ട് കേട്ടോ ഇവിടെ. അങ്ങനെ മറിയൊക്കെ ഇവിടെ ഫ്രീ എന്റർടൈൻമെന്റ് ആയിട്ട് കളിക്കാൻ ഒരു അറബി കുട്ടീനെ കിട്ടിയിരുന്നു. മറിയോളോ വൈത്തിലോടുന്നു, ഓട് മറിയന്റെ വൈത്ത്. അവർ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ല, പക്ഷെ നല്ല കളി കിട്ടും. വീക്കെൻഡിലൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ നല്ല സ്ഥലം കേട്ടോ സീ ഫ്രണ്ട്. ഇവിടുത്തെ കോർണിഷ് നല്ല ആംബിയൻസ് ആണ്. സീ വ്യൂ ഒക്കെ കണ്ടല്ല പീസ്ഫുൾ ആയിട്ട് ഇരിക്കട്ടോ. മറിയാണെങ്കിൽ മറിയുടെ ഫ്രണ്ട് പോയ സങ്കടത്തിലാണ്. അങ്ങനെ മറിയും കുറച്ച് സീ വ്യൂ ഒക്കെ കണ്ട് പീസ്ഫുൾ ആയ മറിയ ഫ്രണ്ടിന്റെ ഓർമ്മ വന്നപ്പോൾ വീണ്ടും ടെസ്പായി. നമ്മളിവിടെ എത്തുമ്പോൾ ഈവനിങ് ഏകദേശം ഒരു 5 o'clock ഒക്കെ ആയി. ഈ ചുട്ടുകൊള്ളുന്ന സമ്മറിൽ ഇവിടേക്ക് വരാൻ പറ്റിയ നല്ലൊരു ടൈമാണ് കേട്ടോ ഇത്. ഇപ്പോൾ വെയിലൊക്കെ പോയിട്ട് ഒരു നോർമൽ വെതറാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഈ സമയം ഇവിടെ അത്യാവശ്യം ലൈറ്റ് കൊണ്ട് ഫോട്ടോസ് എടുക്കാനൊക്കെ നല്ലൊരു സമയമാണ്. ഇവിടുത്തെ ഫ്രഷ് എയറും കടൽ വ്യൂ ഒക്കെ കണ്ട് സൈഡിലൂടെ നടക്കാനുള്ള രസാട്ടോ. പിന്നെ ചെറിയ കുട്ടികളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം, സൈഡിൽ ഓപ്പൺ ഡേഞ്ചർ ആണ്. ഇങ്ങനെ മറയിനെ പിടിച്ചിട്ട് കിട്ടാണ്ടായി. ഓള് ഒരേ ഡെസ്പ് അങ്ങനെ ഓളുമല്ല പപ്പനെ വേല്. പിന്നെ ഇവിടെ വിശാലമായി കിടക്കുന്ന വാക്കിംഗ് ഏരിയ ഉണ്ട്, റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, ഷോപ്പിംഗ് മാൾസ് ഉണ്ട്. നമ്മൾ ഇങ്ങോട്ടൊക്കെ വന്ന ട്യൂസ്ഡേ ആണ്. പിന്നെ വീക്കെൻഡ് അല്ലാത്തതിനോട് മലയാളികളൊന്നും അധികം കണ്ടില്ല, കുറെ സൗദികളായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മളവിടെ ഫുള്ള് ഇറങ്ങി റൗണ്ട് ഒക്കെ അടിച്ചു. നൈറ്റിൽ ഈ സർക്കിൾ വാട്ടർഫോൾസ് ഒക്കെ ഉണ്ടാവും, കാണാൻ നല്ല രസമാവും. ഔക്കാശി, കറാബാസ എന്തൊക്കെ തരം പേരുകളാണ്. അങ്ങനെ തന്നെയല്ലേ, അല്ല എനിക്ക് വായിക്കാറിയായിട്ടൊന്നല്ലല്ലോ. അതന്നെ വായിക്കാൻ അറിയാൻ. പിന്നെ ഇവിടെ ഏകദേശം മഗ്‌രിബിനൊക്കെ സമയമായി, ലൈറ്റ്സ് ഒക്കെ ഓൺ ആയിട്ട് നല്ല രസമാണ് കേട്ടോ കാണാൻ. നമ്മളങ്ങനെ പ്രയർ ഹാളിൽ മഗ്‌രിബൊക്കെ സ്കെച്ചിട്ട് പോവാണ് കേട്ടോ. ഇവിടെ ഫുള്ള് പൂക്കളായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം. ഈ എൻട്രൻസ് നൈറ്റിലാണ് നല്ല രസാട്ടോ. ഇതാക്കണ് പൂക്കളിടയിൽ ഒരു മിറർ. ഇവിടെ കുറെ ചട്ടിയില് വെള്ളം പോകും. Now we are going back to our home. അപ്പൊ guys, see you with next video. Bye bye.